ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ കഴിഞ്ഞ മാസത്തെ ഒട്ടുമിക്ക എല്ലാ സെഗ്മെന്റിലുള്ള എസ് യു വികളുടെയും സെയിൽ കമ്പയർ ചെയ്താണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മിഡ് സൈസ് എസ് യു വികളാണ്. സോ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 11 മിഡ് സൈസ് എസ് യു വികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ. ആൻഡ് മന്ത് ഓൺ മന്തിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സെട്രോയിൻ്റെ C5 എയർക്രോസ് ആണ്. ഈ വണ്ടി ഇപ്പം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. കഴിഞ്ഞ ഒരു 5-6 മാസത്തെ കണക്കിൽ ഇതിലും കൂടുതൽ സെയിൽ ഈ വണ്ടിക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത് ആണ് എന്ന് ചോദിച്ചാൽ വണ്ടി നല്ലതാണ്, പക്ഷെ പ്രൈസ് അത്ര നല്ലതല്ല. ഈ വില കൊടുത്ത ആൾക്കാരൊന്നും ഈ വാഹനം എടുക്കാൻ പോകുന്നുമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇത് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വില ഉള്ളത്. എനിവേ കഴിഞ്ഞ മാസം 0 യൂണിറ്റ്സിൻ്റെ സെയിലാണ്. ഫെബ്രുവരി മാസം 2025, അതായത് കഴിഞ്ഞതിന് മുന്നത്തെ മാസം ഒരു വണ്ടിയുടെ സെയിൽ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഒരു വണ്ടിയുടെ വ്യത്യാസവും 100% ഡീഗ്രോത്ത് റേറ്റാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നല്ല പൊട്ടൻഷ്യലുള്ള വണ്ടിയായിരുന്നു. അവർക്ക് ലോക്കൽ അസംബിളൊക്കെ ചെയ്തിറക്കാൻ പറ്റുന്ന ഹാരിയറിനൊക്കെ റൈവൽ ചെയ്യായിരുന്നു. എനിവേ ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഫോക്സ് വാഗൺ ടിഗ്വാൻ ആണ്. ഇത് കഴിഞ്ഞ മാസത്തെ സെയിലാണെന്ന് ഓർക്കണം. ഇതിപ്പോൾ ഈ വണ്ടി വന്നിരിക്കുന്നത് ഏപ്രിലാണ്. സോ അതായത് നമ്മുടെ പുതിയ ജനറേഷൻ ടിഗ്വാൻ ലോഞ്ച് ആയത്. ഇതിപ്പോൾ കാണിക്കുന്ന പഴയ ടിഗ്വാൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനും കഴിഞ്ഞ മാസം ഒറ്റ വണ്ടിയുടെ സെയിൽ കിട്ടിയിട്ടുള്ളൂ. അത് സെയിലായിരിക്കണം എന്ന് നിർബന്ധമില്ല. മിക്കവാറും അവരെ ഒരു വണ്ടിയെല്ലാം ഇമ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും കിടപ്പുണ്ടാകും, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഈ വണ്ടി അവർ കൊണ്ടുവരുന്നത് കുറച്ച് കാലം മുന്നേ തന്നെ നിർത്തിയതായിരുന്നു, ഈ പുതിയ ജനറേഷൻ മോഡൽ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലും 2 സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെയും ഒരു വണ്ടിയുടെ വ്യത്യാസം 50% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ 100%ഉം 50%ഉം അങ്ങനെ ഡീഗ്രോത്ത് റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ 1-2 സെയിലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് ബാക്കി വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അർത്ഥമില്ലാണ്ടായി പോകും. ഇനിയിപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന C5 എയർക്രോസിനും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ടിഗ്വാനും ആണ്. പക്ഷേ പുതിയ ജനറേഷൻ വരുമ്പോൾ എന്തായാലും സെയിൽ കൂടും. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ട്യൂസോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 89 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഈ വണ്ടി പക്ഷേ പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനൊക്കെ ഓഫർ ചെയ്യുന്ന വാഹനമാണ്. ഇത് വരുന്ന പ്രൈസ് പോയിന്റിൽ ഇത്രയും ഫീച്ചേഴ്സ്, നല്ല ക്വാളിറ്റി, പിന്നെ CKD ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഡീസൽ എഞ്ചിൻ ഉണ്ട്, പെട്രോൾ എഞ്ചിൻ ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ വരുന്ന നല്ലൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാലും എന്തോ ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ബഡ്ജറ്റ് ഇട്ട് ഫോർച്യൂണർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ആയിരിക്കാം താല്പര്യം കൂടുതലുള്ളത്. കഴിഞ്ഞ മാസം 89 വാഹനങ്ങളുടെ സെയിൽ കിട്ടി. ഫെബ്രുവരി മാസത്തിൽ 73 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. 16 വാഹനങ്ങളുടെ വ്യത്യാസവും 21.92% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ടെക്നിക്കലി ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇതാണ്. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ജീപ്പ് കോമ്പസ് ആണ്. ഒരു സമയത്ത് 2017 വന്നപ്പം ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ വിപ്ലവമായി മാറിയ വണ്ടിയായിരുന്നു. ആ സമയത്ത് ജീപ്പിന് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഇമ്പോർട്ട് ചെയ്ത് ഭയങ്കര വില കൂടിയ വണ്ടികളായിരുന്നു. അപ്പോൾ ഇതിറക്കിയപ്പോൾ ആ സമയത്ത് എല്ലാവരും വാങ്ങി. പക്ഷേ ഇപ്പോൾ ഈ വണ്ടിയൊന്നും ആർക്കും വേണ്ട. കഴിഞ്ഞ മാസം ജസ്റ്റ് 142 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുള്ളൂ. ഫെബ്രുവരി മാസത്തിലും 120 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ 22 വാഹനങ്ങളുടെ വ്യത്യാസവും 18.33% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതും ടെക്നിക്കലി നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊക്കെ കൈൻഡ് ഓഫ് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ വലിയ രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. മിക്ക ഈ സെഗ്മെന്റിലുള്ള വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പം 7th പൊസിഷനിൽ നിൽക്കുന്ന ഹെക്ടർ പ്ലസ്, അത് രണ്ടും കൂടെ കമ്പൈൻഡ് സെയിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ പതുക്കെ എൻ്റെ സെയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ 1000-1500 അടുത്തെങ്കിലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 547 വണ്ടികളുടെ സെയിലുള്ളൂ. ഫെബ്രുവരി മാസത്തിലും 515 വാഹനങ്ങളുടെ സെയിലുള്ളൂ. അതായത് 32 വണ്ടികളുടെ വ്യത്യാസം 6.1% ഗ്രോത്ത് റേറ്റും. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. എനിവേ ഇത് MG കറക്റ്റായിട്ട് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. വലിയ സ്ക്രീനും ഫേസ് ലിഫ്റ്റും സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് കുറവാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ വണ്ടിക്ക് അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് നിൽക്കാൻ മാത്രം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കീ പോയിന്റ് വരുന്നില്ല, അതാവാം. ഇനി അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ഹാരിയർ ആണ്. കഴിഞ്ഞ മാസം 1265 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരി മാസത്തിൽ 1376 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. 111 വാഹനങ്ങളുടെ വ്യത്യാസവും 8.07% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം ഡീഗ്രോത്ത് റേറ്റ് ആണെന്ന് പറയാം. പക്ഷേ സ്റ്റിൽ വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 111 വണ്ടികളുടെ വ്യത്യാസമുള്ളല്ലോ. എന്നാലും ഹാരിയർ ഇറങ്ങിയത് കഴിഞ്ഞിട്ട് 2020 ഒരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. ആ സമയം തൊട്ട് ഈ ഫേസ് ലിഫ്റ്റ് വരുന്നിടം വരെ ഏകദേശം 2000-2500 വെച്ചൊക്കെ അവർ ഒരു കാലത്ത് വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഇത്രയും കുറവ് സെയിലോട്ട് പോയത്. ചില സമയത്തൊക്കെ 3000 വരെയൊക്കെ തന്നെ സെയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അങ്ങനെ വലിയ ഡിമാൻഡൊന്നും ഈ വാഹനത്തിന് കമ്പാരിറ്റീവ്ലി വരുന്നില്ല. അതുപോലെ തന്നെയാണ് സഫാരിയുടെ കേസും. കഴിഞ്ഞ മാസം 1415 വാഹനങ്ങളുടെ സെയിൽ സഫാരിക്ക് കിട്ടിയിട്ടുള്ളൂ. ഫെബ്രുവരി മാസത്തിൽ 1562 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 147 വാഹനങ്ങളുടെ വ്യത്യാസവും 9.41% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടിഗ്വാനും C5 എയർക്രോസും കൂട്ടിയില്ലെങ്കിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം സഫാരിയാണ്. ബട്ട് അഗെയിൻ ഇവിടെയും
അങ്ങനെ ഭയങ്കര വലിയ വ്യത്യാസം എന്നുള്ള രീതിയിൽ പറയാനില്ല. കാരണം 1400 1500 ആ റേഞ്ചിലൊക്കെ തന്നെ സെയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് 2000 3000 ആ റേഞ്ചിലോട്ട് കയറുന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഈ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ചിലപ്പം ആൾക്കാർക്ക് റിലയബിലിറ്റിയുടെ കേസിലൊക്കെ ടാറ്റയുടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് കണ്ടിട്ടുള്ളത് ഹാരിയറിലും സഫാരിയിലുമാണ്. അതുകൊണ്ട് ചിലപ്പം കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടായിരിക്കാം ഇപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും ഡിമാൻഡ് കുറച്ച് കുറഞ്ഞത്. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ അൽക്കസാർ ആണ്. ഈ ലിസ്റ്റിൽ ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പം സെയിൽ വലിയ കുഴപ്പമില്ലെങ്കിലും, അതായത് കഴിഞ്ഞ മാസം 1431 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പം സഫാരിയും ഇതും തമ്മിൽ ആകപ്പാടെ 16 വാഹനങ്ങളുടെ വ്യത്യാസമുള്ളൂ. അൽക്കസാർ ഇതിന് മുന്നേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ശരിക്കും ഇതിന് കുറച്ചും കൂടി സെയിൽ സത്യം പറഞ്ഞ വണ്ടി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്രെറ്റ പോലെ ഇതിനെ ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കൊടുത്ത് മൊത്തത്തിൽ ഇൻറ്റീരിയറൊക്കെ മാറ്റി നന്നാക്കി ഇറക്കിയതാണ്. കഴിഞ്ഞ മാസം 1431 വാഹനങ്ങളുടെ സെയിലും ഫെബ്രുവരി മാസത്തിൽ 1264 വാഹനങ്ങളുടെ സെയിലുമാണ് വന്നിരിക്കുന്നത്. 167 വാഹനങ്ങളുടെ വ്യത്യാസവും 13.21% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ സെയിൽ അത്രയും കയറിയിട്ടില്ല. ഇനി അടുത്ത നമ്മുടെ 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XCV90. സത്യം പറഞ്ഞ ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് ഒരു 4.4 to 4.7 മീറ്റേഴ്സ് ക്ലാസ്സിൽ വരുന്ന SUVs, അതാണ് നമ്മുടെ ഈ സെയിൽസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മഹീന്ദ്ര സെഗ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. കാരണം ബാക്കി ഓരോ കമ്പനിക്ക് ഇപ്പോൾ മാരുതി സുസുക്കിക്ക് കുറച്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇഷ്ടംപോലെ വണ്ടികൾ അവർ വിൽക്കുന്നുണ്ട്. ടാറ്റയ്ക്ക് കൈൻഡ് ഓഫ് ഒരു പഞ്ചിൻ്റെ ഒക്കെ സെഗ്മെൻറ്റ്, നെക്സോണിൻ്റെ സെഗ്മെൻറ്റ്. പക്ഷേ അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴേക്കും ഒരു 20 to 30 lakhs സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ മഹീന്ദ്ര വിട്ടൊരു കളിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ മഹീന്ദ്രയുടെ വാഹനങ്ങൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 3rd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ XCV90 ആണ്. ഇത് ഇറങ്ങിയിട്ട് പോലും അധികം കാലമായിട്ടില്ല. ആക്ച്വലി മാർച്ച് മുതലാണ് ഡെലിവറി കൊടുത്തു തുടങ്ങിയത്. 2080 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. 2205 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഫെബ്രുവരി വന്നത്. 125 വാഹനങ്ങളുടെ വ്യത്യാസം 5.67% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇത് ആക്ച്വലി സെയിലല്ല, അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വണ്ടികളുടെ എണ്ണമാണ്. മാർച്ചിൽ ഇവർക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടി അവർ കുറച്ച് മുന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയതിൻ്റെ നമ്പേഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ലിസ്റ്റിലുള്ളതെല്ലാം തന്നെ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് ആണ്. കറക്റ്റായിട്ട് എത്ര കസ്റ്റമേഴ്സിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അല്ല. അങ്ങനെ നോക്കാനാണെങ്കിൽ അത് റീറ്റെയിൽ സെയിൽസിൽ വരും. എനിവേ, 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ തന്നെ XUV700 ആണ്. കഴിഞ്ഞ മാസം 6851 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരി മാസത്തിൽ 7468 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 9000 വരെയൊക്കെ ഇതിന് സെയിൽ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 2021 ഇറങ്ങിയിട്ട് ഇതിന് ഇത്രയും കാലമായിട്ട് പ്രത്യേകിച്ച് ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ടും ഇപ്പോഴും ആൾക്കാർക്ക് ഈ വാഹനത്തിൽ വിശ്വാസമുണ്ട്. പവർ ഫിഗേഴ്സ്, ഫീച്ചേഴ്സൊക്കെ നോക്കിയാലും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഇത്രയും കാലമായിട്ട്, 4 വർഷമായിട്ടും. അതൊക്കെ തന്നെ ആവാം മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ വിജയം. എന്തായാലും വ്യത്യാസം നോക്കുമ്പോൾ 617 വാഹനങ്ങളുടെയും ഡീഗ്രോത്ത് റേറ്റ് 8.26 ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വിലയുള്ള വണ്ടി 7000-ന് വിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി വാഹനങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ. പിന്നെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു മഹീന്ദ്ര SUV തന്നെയാണ്. ഈ വണ്ടിയും 2022 ഇറങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ സ്കോർപിയോ എന്നും ക്ലാസിക്കും രണ്ടിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. 13,913 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 13,618 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 295 വാഹനങ്ങളുടെ വ്യത്യാസം 2.17% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഗ്രോത്ത് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും കൺസിസ്റ്റൻറ്റ് സെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ പറ്റും. ശരിക്കും ഇതല്ല, 15,000 16,000 വരെയൊക്കെ ഇതിന് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആലോചിക്കണേ, ഏത് പ്രൈസ് പോയിന്റിൽ വരുന്ന വണ്ടിയാണ് ഈ ബാക്കിയുള്ള വാഹനങ്ങളുടെയൊക്കെ സെയിൽ എവിടെയാണ് കിടക്കുന്നത്, ഇതെവിടെയാണ് കിടക്കുന്നതെന്നൊക്കെ. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ മിഡ് സൈസ് SUVസിലെ ടോപ്പ് 11 വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 1 lakh എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നല്ല സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.